ദളിത് യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ പ്രതിയായ പാലക്കാട് നഗരസഭാ കൌൺസിലർ പ്രശോഭ് വത്സൻ ഒളിവിൽ. പ്രതി കേരളം വിട്ടതായിട്ടാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ജോലി വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചുവെന്ന യുവതിയുടെ പരാതിയിൽ ബലാത്സംഗം, പട്ടികജാതി വർഗ പീഡന നിരോധന നിയമം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. സോണൽ കൃഷ്ണ വിവരങ്ങളുമായി. സോണൽ, പ്രശോഭ് വത്സനെ പോലീസ് ഇതുവരെ പിടികൂടിയിട്ടില്ല. ഇപ്പോൾ കേരളം വിട്ടു എന്ന വിവരമാണോ പോലീസിന് കിട്ടിയിരിക്കുന്നത്? അങ്ങനെയെങ്കിൽ കേരളത്തിന് പുറത്തേക്ക് അന്വേഷണം നടക്കുന്നുണ്ടോ സോണൽ? സ്മൃതി, പ്രധാനമായി സംഭവം നടന്ന ഇത്ര ദിവസമായിട്ടും പ്രതിയെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം. കഴിഞ്ഞ ദിവസമെല്ലാം തന്നെ ഈ പെൺകുട്ടി പോലീസ് സ്റ്റേഷനിലെത്തി കൃത്യമായി മൊഴി നൽകിയതാണ്. അതിന് പിന്നാലെയാണ് കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഉടൻ തന്നെ പരിശോധനയും തിരച്ചിലും ആരംഭിച്ചെങ്കിലും ഇയാളെ കണ്ടെത്താനായിട്ടില്ല. ഈ പ്രശോഭ് ഇപ്പോഴും ഒളിവിൽ തന്നെയാണ് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇതിനിടയിൽ മുൻകൂർ ജാമ്യത്തിനായി ഒരു ശ്രമം നടത്തിയിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും ഇയാൾ കേരളം വിട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും കൃത്യമായ പരിശോധന പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നുള്ളത് ഇന്നലെയും ആ പെൺകുട്ടി മാധ്യമങ്ങളെ കണ്ട സമയത്തും ആവശ്യപ്പെട്ടൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം മുഖ്യമന്ത്രിക്ക് ഈ കുട്ടി പരാതി കൊടുത്ത് 5 ദിവസം കഴിയുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്ക് ഈ പരാതി കൈമാറുന്നു. അതിനുശേഷം ഇന്നലെയാണ് ഈ പെൺകുട്ടി സ്റ്റേഷനിലെത്തി വിശദമായിട്ടുള്ള മൊഴി നൽകുന്നത്. ആ മൊഴിയിൽ കൃത്യമായി പറയുന്നുണ്ട് MLA-യുടെയും MP-യുടെയും പേര് പറഞ്ഞ് തന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ആ പെൺകുട്ടിയുടെ മൊഴിയിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും പലതരത്തിലുള്ള പീഡനം താൻ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ആ പെൺകുട്ടിയുടെ മൊഴിയിൽ നിന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ബലാത്സംഗം, SC/ST വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിക്കൊണ്ട് ഈ പ്രശോഭിനെതിരെ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും പ്രശോഭ് പാലക്കാട് നഗരസഭയിലെ 24-ാം വാർഡ് കൗൺസിലർ കൂടിയാണ്, കോൺഗ്രസ് പ്രവർത്തകനാണ്, കോൺഗ്രസിന്റെ നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ്. ആ ഒരു സംഭവം തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് ആയുധമാക്കാൻ തന്നെയാണ് BJP-യും CPM-ഉം ശ്രമിക്കുന്നത് എന്നുള്ളത് മറ്റൊരു തലമാണ്. എന്തായാലും പ്രചാരണത്തിനിടയിൽ ഈ വിഷയം കൃത്യമായി ഉന്നയിക്കാനുള്ള ഒരു നീക്കം BJP-യുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. പക്ഷേ ഇയാളെ പുറത്താക്കിക്കൊണ്ട് തന്നെ ആ പരാതി വന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ ന്യായീകരിക്കാൻ ഒന്നും തന്നെ നിൽക്കുന്നില്ല. പാലക്കാട് UDF സ്ഥാനാർത്ഥി പിഷാരടി ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം എന്നും അതിജീവിതയ്ക്കൊപ്പമാണ് തങ്ങൾ ഉള്ളത് എന്നുള്ളത് പിഷാരടി ഉൾപ്പെടെ വ്യക്തമാക്കിയതാണ്. എന്തായാലും കേരളത്തിന് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എത്രയും പെട്ടെന്ന് ഈ പ്രശോഭനെ പിടികൂടണം എന്നുള്ളതാണ് ഈ പെൺകുട്ടിയുടേത് ഉൾപ്പെടെയുള്ള ഒരു പ്രധാനപ്പെട്ട ആവശ്യം. സ്മൃതി, സോണൽ കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.